നമസ്കാരം. ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി വധിച്ച 2 കുട്ടികളെയും അവർ കഴുത്ത് ഞെരിച്ചാണ് കൊന്നതെന്ന് വെളിപ്പെടുത്തൽ. ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചത്. നേരത്തെ ഹമാസ് വെളിപ്പെടുത്തിയിരുന്നത് ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് ഈ കുട്ടികൾ കൊല്ലപ്പെട്ടത് എന്നാണ്. 9 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കിഫർ ബിബാസ്, കിഫറിൻ്റെ സഹോദരൻ 4 വയസ്സുകാരനായ ഏരിയൽ എന്നിവരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നത്. വ്യാഴാഴ്ച ദിവസം 4 മൃതദേഹങ്ങളാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന് കൈമാറിയത്. ഈ 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇവർ കൊല്ലപ്പെട്ടത് ബോംബാക്രമണത്തിലോ വെടിയേറ്റോ അല്ല എന്നും കൈകൾ കൊണ്ട് കഴുത്ത് ഞെരിച്ച് തന്നെയാണ് ഇവരെ കൊന്നത് എന്നുമാണ് ഫോറൻസിക് റിപ്പോർട്ട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഹമാസ് അയച്ച മൃതദേഹങ്ങളെല്ലാം തന്നെ കൃത്യമായ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് നേരത്തെയും ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവരുടെ മൃതദേഹ പരിശോധന കൃത്യമായി നടത്തുകയും ഇവരെ കൊന്നത് കഴുത്ത് ഞെരിച്ച് തന്നെയാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തത്. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയ ദിവസം തന്നെയാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. കുട്ടികൾക്കൊപ്പം ഇവരുടെ അച്ഛനമ്മമാരായ യാർദേനെയും ഷിറിയെയും ഇവർ തട്ടിയെടുത്തിരുന്നു. യാർദേനെ പിന്നീട് ഹമാസ് തീവ്രവാദികൾ ഈയിടെ വിട്ടയച്ചിരുന്നു. ഇവരുടെ അമ്മയായ ഷിരിയും ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച എത്തിച്ച 4 മൃതദേഹങ്ങൾ ഷിരിയുടേതാണ് എന്നാണ് ഹമാസ് പറഞ്ഞിരുന്നത്. എന്നാൽ വിദഗ്ധ പരിശോധനയിൽ ഇത് ഷിരിയുടെ മൃതദേഹമല്ല എന്നാണ് കണ്ടെത്തിയിരുന്നത്. DNA പരിശോധനയും മറ്റ് ഫോറൻസിക് തെളിവുകളും വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത് ഷിരിയുടേതല്ല എന്ന് തെളിഞ്ഞത്. ഇതേ തുടർന്ന് ഇസ്രായേൽ ശക്തമായതുപോലെ തന്നെ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. പിന്നെ ആരുടെ മൃതദേഹമാണ് ഇപ്പോൾ കൊടുത്തേച്ചത് എന്ന ചോദ്യത്തിന് ഹമാസ് ആദ്യം ഉത്തരം നൽകിയിരുന്നില്ല. പിന്നീട് ഹമാസ് പറഞ്ഞത് മൃതദേഹം മാറിപ്പോയി എന്നാണ്. ഷിറിയുടെ മൃതദേഹത്തിന് പകരം മറ്റൊരു സ്ത്രീയുടെ മൃതദേഹമാണ് കൊടുത്തേച്ചതെന്നും ഹമാസിന് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. മൃതദേഹങ്ങളോട് പോലും കാട്ടുന്ന ഈ അനാദരവിന് ഹമാസ് തീവ്രവാദികൾ വലിയ വില നൽകേണ്ടി വരും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഹമാസിൻ്റെ തടവിൽ കഴിയുമ്പോഴാണോ ഷിരി കൊല്ലപ്പെട്ടത് എന്ന കാര്യം ഇനിയും വ്യക്തമല്ല. അതേസമയം ബിബാസ് കുടുംബം ഇപ്പോൾ ഇസ്രായേൽ സർക്കാരിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങളുടെ സ്വന്തക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് അവർ ആരോപിക്കുന്നത്. അതുപോലെ ഷിരിയുടെ മൃതദേഹം തന്നെ തങ്ങൾക്ക് വിട്ടു നൽകണമെന്നും അവർക്ക് അവരുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ അതാണ് ആവശ്യമെന്നും മറ്റാരുടെയെങ്കിലും മൃതദേഹം കൊടുത്തയച്ച ഹമാസിൻ്റെ നടപടി പ്രതിഷേധാർഹമാണ് എന്നുമാണ് ഇപ്പോൾ ബിബാസ് കുടുംബം ആരോപിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ അംബാസഡറും ഹമാസിൻ്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള മറ്റ് ചില ബന്ദികളെ ഉടൻ വിട്ടയക്കും. കഴിഞ്ഞ മാസം 19 മുതൽ ഏതാണ്ട് 19ഓളം ബന്ദികളെയാണ് ഹമാസ് തീവ്രവാദികൾ വിട്ടയച്ചത്. എന്നാൽ ഇതിന് പകരമായി 1100ഓളം ഫലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേലിനെ മോചിപ്പിക്കേണ്ടി വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന ഇപ്പോൾ മോചിക്കപ്പെട്ടിട്ടുള്ള പല ഫലസ്തീൻ തീവ്രവാദികളും കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സ്ത്രീപീഡനം ഉൾപ്പെടെയുള്ള നിരവധി ക്രൂര കൃത്യങ്ങളിൽ പ്രതികളായിട്ടാണ് ഇസ്രായേൽ തടവിൽ കഴിഞ്ഞിരുന്നത്. ഇസ്രായേലുകാരായ സാധാരണക്കാരായ ബന്ദികൾക്ക് പകരമാണ് ഇവരെ ഇപ്പോൾ വിട്ടയക്കുന്നത്.